എന്താ ഇത്? അതൊരു പ്രതിമ. ആരുടെ പ്രതിമ? ഇതാരുടെ പ്രതിമ എന്ന് ഈ തുണി മാറ്റിയാൽ നിങ്ങൾക്ക് തന്നെ കാണാം. വാ 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 വാ, കമോൺ കമോൺ കമോൺ. തുണിയെ മാറ്റിക്കോളൂ. So sweet. ഇത് ആര് ചെയ്തതാ? ഞാൻ തന്നെ. Wow. നിങ്ങൾക്ക് ഇത്രയും ടാലന്റ് ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്നെ കാണുന്നവരെല്ലാവരും ഇത് തന്നെയാ പറയുന്നത്. വെരി ഗുഡ്. നിന്റെ ഗിഫ്റ്റ് സൂപ്പർ ആയിട്ടുണ്ട് ഗുപ്ത. താങ്ക്സ്. ആ മൂക്കും മുഖവും കണ്ണും എല്ലാം ഐശ്വര്യ പോലെ തന്നെയുണ്ട്. അതല്ല, എന്തോ എവിടെയോ ഒരു കുറവുള്ള പോലെ. ആ രുദ്രാക്ഷമാല. അതില്ലാതൊന്നും അത്ര വലിയ കുറവായി തോന്നുന്നില്ല. ചുമ്മാ ഇരി സർ, ആ ഒരു വിഷയം മാത്രം ഞാൻ മറന്നുപോയത്. എന്തൊക്കെ തന്നെ ആയാലും രുദ്രാക്ഷമില്ലാത്ത ഈ പ്രതിമ അത്രയ്ക്ക് നന്നായിട്ടില്ല. ഐശ്വര്യ മാഡം, നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ആ രുദ്രാക്ഷമാല കുറച്ചു നേരത്തേക്ക് ഒന്ന് അയച്ച് ആ പ്രതിമയുടെ കഴുത്തിലേക്ക് ഒന്ന് അണിയൂ. നല്ല രസമുണ്ടാവും. ഇത്ര അത്ഭുതപ്പെടുത്തുന്ന പ്രതിമയ്ക്ക് ഈ രുദ്രാക്ഷമാല ഇട്ട ആർട്ടിഫിഷ്യൽ ആയി തോന്നും. ഇതിങ്ങനെ തന്നെ ഇരുന്ന് വളരെ നന്നായിരിക്കും. കറക്റ്റ് ആണ് പറഞ്ഞത്. ഒറിജിനലുള്ള ഭംഗി എത്ര അലങ്കരിച്ചാലും വരില്ല. വിട്ടേക്ക്. ഇല്ല സർ, രുദ്രാക്ഷമില്ലാത്ത ഈ പ്രതിമ വേസ്റ്റാ. അതുണ്ടാക്കി കൈകൊണ്ട് തന്നെ ഞാനത് നശിപ്പിക്കാം ബോസ്. ഗുപ്ത, താങ്കൾക്ക് ഇത്രയും സങ്കടമാവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നിങ്ങളുടെ ഇഷ്ടം പോലെ ഇതൂരി ആ പ്രതിമയുടെ കഴുത്തിലിടും. രുദ്രാക്ഷ ആവശ്യമില്ലേ? എന്റെ ഗുപ്ത, പ്രതിമ എടുത്തോണ്ട് വന്നിട്ട് ഇത് മറന്നു വെച്ചിട്ട് പോന്നോ? ആ എന്തെങ്കിലും ആവട്ടെ, ഓരോ ദിവസം ചെല്ലുന്നതും നമുക്ക് മറവി കൂടി വരുന്നുണ്ട്. നോക്കി, രണ്ടുപേരും ഒരുപോലെ അല്ലേ? ധർമ്മന്റെ ഒരു പറ്റിപ്പാട്ടി. അതെ സഹോദരാ, ഇനി വന്നേ. ബ്രദറേ, ഇപ്പൊ ഐശ്വര്യ പോലുള്ള പ്രതിമയുടെ കഴുത്തിൽ ഞാൻ മാല ഇട്ടു. ഇനി വലിയ താമസം ഇല്ലാണ്ട് ഐശ്വര്യയുടെ കഴുത്തിൽ ഞാൻ താലിയും കിട്ടും. അപ്പോഴും ഈ പ്രതിമ നിൽക്കുന്ന പോലെ ചുമ്മാ നിൽക്കാന്നല്ലാതെ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടാ. ആപ്പിൾ കവിളെ പൈനാപ്പിൾ കവിളെ ആപ്പിൾ പൂവിലും വെച്ചൊരു ഏപ്രിൽ നിലവേ, നീ എന്റെ നിലവല്ലേ, നീ എന്നു മഴകല്ലേ. ആപ്പിൾ കവിളെ പൈനാപ്പിൾ കവിളെ ആപ്പിൾ പൂവിലും വെച്ചൊരു ഏപ്രിൽ നിലവേ, നീ എന്റെ നിലവല്ലേ, നീ എന്നു മഴകല്ലേ. മണിഴിയേ തെന്മൊഴിയേ മാരിയിൽ പട്ടുടുത്ത വെൺമുകിൽ കന്യകേ, സുന്ദരനേ ചന്ദ്രനേ താരകപ്പൂവനിയിൽ കൂടിവാ കൂട്ടുവാ. മണവാട്ടി മയിലേ മലരല്ലിക്കുയിലേ കൺകോണിൽ നാം കൂടാതെ, അഴകിനിയൻ ആദ്യരാഗം അലപോൽ തഴുകും ആത്മരാഗം. ഹേ അഴകിനിയൻ ആദ്യരാഗം അലപോൽ തഴുകും ആത്മരാഗം, ഹൃദയം കവിയും ജീവരാഗം. മുത്തുപൊഴിയും എന്റെ മനസ്സിൽ ആപ്പിൾ കവിളെ പൈനാപ്പിൾ കവിളെ ആപ്പിൾ പൂവിലും വെച്ചൊരു ഏപ്രിൽ നിലവേ, നീ എന്റെ നിലവല്ലേ, നീ എന്നു മഴകല്ലേ.
മന്മദനേ പ്രിയനേ മാടത്ത പെണ്ണിനായി മായപ്പൂ കൊണ്ടുവാ പൈങ്കിളിയേ പാലൊളിയേ ഉന്നാര കിന്നാരം കുഞ്ചിവാ കുഞ്ചിവാ സ്നേഹത്തിൻ കാരണേ മോഹത്തിൻ കാരണേ ഇന്നിരുന്നൊഴുകി വരൂ കൽക്കണ്ടക്കാനിയേ കാതരമിഴിയേ നിന്നിഷ്ടമെന്റെ കാതിൽ മൂളടിയേ കണ്ണിൽ കണ്ണിൽ നോക്കി നിൽക്കാൻ ഹേ തമ്മിൽ തമ്മിൽ ചേർന്നിരിക്കാൻ ഹേ തമ്മിൽ കണ്ണിൽ നോക്കി നിൽക്കാൻ തമ്മിൽ തമ്മിൽ ചേർന്നിരിക്കാം സ്നേഹം മാത്രം പങ്കുവെക്കാം ആപ്പിൾ കവിളേ പൈനാപ്പിൾ കവിളേ ആപ്പിൾ പൂവിലും നവച്ചൊരു ഏപ്രിൽ നിലവേ എടി നീ എന്റെ നിലവല്ലേ നീ എന്നും അഴകല്ലേ വരണം മോനെ വരണം. നമ്മുടെ പോലീസും കള്ളന്മാരും ഒക്കെ ജനമൈത്രിയായിപ്പോ പോലീസും കള്ളന്മാരും പാലും വെള്ളം പോലെ ചേർന്ന് അന്യോന്യം സഹായിക്കണമെന്നാ. സാർ ഈ സീറ്റിൽ നിങ്ങളെപ്പോലെ ഒരാളുണ്ടായാൽ മതി. രാത്രി മാത്രമല്ല പകലും ഞങ്ങള് ഹാപ്പി ആയിട്ട് ജോലി നോക്കും. അതുപോലെ ഞാൻ ചെയ്യേണ്ട ഹെൽപ്പ് എന്താണ് സാർ? ഒന്നുമില്ല മോനെ, അടുത്ത മാസം എന്റെ പെങ്ങടെ മോന്റെ കല്യാണമാ. എന്റെ ഭാര്യ വീട്ടുകാരാണെങ്കിൽ വാനരക്കൂട്ടം പോലെ ഒരു പെൺ പട തന്നെ ഉണ്ട്. അവർക്കെല്ലാവർക്കും സാരി എടുത്തു കൊടുക്കണമെന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. അത്രയൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ എന്റെ അടുത്ത് കാശില്ല. ഈ ബാഗ് അടിച്ചെടുക്കാൻ പ്ലാൻ ചെയ്യുകയാണല്ലേ, ശരിയാക്കി തരാം. അതായത് സാറേ ഈ ബാഗ് ഉണ്ടല്ലോ, നിന്റെ ബാഗും വെട്ടിക്ക് എനിക്ക് എന്തിനാ? കരയമ്മേ നീ വേഗം വാ. ഞാൻ റെഡിയാണ്. ഇതാണ് എന്റെ ഭാര്യ. നമസ്കാരം മാഡം. നീ ചെയ്യേണ്ടതെന്നറിയോ? എന്താണ് സാർ? ഇവളുടെ സാരി അഴിച്ചു. സാർ ഞാൻ ഊരിയിടുന്ന ചെരുപ്പും കഴുകാനിട്ടിരിക്കുന്ന സാരി അടിച്ചെടുക്കുന്നല്ലാതെ ഇങ്ങനെ റേപ്പ് ചെയ്യുന്ന ടൈപ്പ് അല്ല നിന്റെ സാർ. മുഖലക്ഷണം കണ്ട അറിയില്ലേ മണ്ടാത്? നിന്റെ കൈ കൊണ്ടൊരു ഞാൻ നിറയെ സാരി വരില്ലേ? അത് സാറിന് അങ്ങനെ അറിയാം സാർ. അത് പിന്നെ ഞാൻ പറ്റില്ലെന്ന് പറയരുത്. നിന്റെ കയ്യിൽ എന്തോ മന്ത്രം ഉണ്ടെന്ന്. വേഗം എന്റെ സാരി ഊര്. അത് ഉരിഞ്ഞാൻ അഴിഞ്ഞു പോരും. എടാ ഞാൻ ഉരിഞ്ഞല്ലേ അഴിയ, നീ ഉരിഞ്ഞ എങ്ങനെ അഴിയ? അയ്യോ, അല്ല. നീ ഉരിഞ്ഞ പമ്പില് വെള്ളം ചീറ്റുന്നവരെ ചീറ്റിച്ചിട്ട് വരുന്നല്ലേ കേട്ടത്? അയ്യോ സാർ അതല്ല, അന്ന് വെള്ളത്തിന്റെ പുറത്ത് എനിക്ക് എന്താണ് ഒന്ന് ചിലക്കുന്നേ? നീ അന്ന് റോട്ടിൽ വെച്ച് അവരുടെ സാരി അയച്ചപ്പോ കൊറേ സാരി വന്നില്ലേ? അഴിക്കണം. ഇത് കഴിഞ്ഞ് എന്റെ വീട്ടിൽ പോണോ? എന്റെ പെണ്ണുമ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാൻ അറിയോ? കാഞ്ചീപുരം പട്ട് മാത്രമല്ലാതെ ഒരുപാട് സാരികൾ വരട്ടെ. എന്റെ മകളുടെ കല്യാണത്ത് മാത്രമല്ല, എന്റെ പാരമ്പര്യത്തിന് കൂടി അയ്യോ, ഉണ്ടാവട്ടെ. വേണ്ട, വേഗം ഊര്. ആർക്കാ പറഞ്ഞത്? ആ, ദാ, ഊര്. അഴിക്കടാ അങ്ങോട്ട്. അഴിക്കാനല്ലേ പറഞ്ഞത്? Please. അഴിക്കടാ. അയ്യോ, വേണ്ട, അഴിക്കണം, വേണ്ട, ഊരടാ വേഗം. എടാ എന്താടാ ഇത്? സാരി വന്നോണ്ടിരിക്കുന്നത് പറഞ്ഞിട്ട് മൊത്തം ഒരു കയ്യിൽ വെച്ചിരിക്കുന്നോ? അതെ, ഈ ഉള്ളതും കൂടി ഊരാൻ പറ. ചെലപ്പോ വന്നാലും വരും. മാഡത്തിന്റെ രാജല്ലേ ഉണ്ടായിരിക്കടാ. നീ ആദ്യം അകത്ത് പോ. അവിടെ സാരി അഴിച്ച ശേഷം എന്റെ പാൻറ്റൂടെ അഴിക്കാൻ പറയാനിരുന്നതാ. ഈ പുലിക്കഴുത രാജനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നായിരിക്കും വിചാരിക്കുന്നതല്ലേ? ഇന്നാ പിടിച്ചോ. ഞാൻ പോയി അവിടെ സാരി അഴിച്ചിട്ട് എന്റെ മുമ്പിൽ വെച്ച് അവിടെ സാരി അഴിക്കാൻ. ഇടാ. എന്നെ എമ്പെടിക്കടാ.